കാലം സത്യം. കാലത്തെ വായിക്കൂ, യു ക്യാൻ വിൻ, നിനക്ക് വിജയിക്കാൻ പറ്റും. 2. മൂന്നാമത്തെ ഒരു തഫ്സീറുണ്ട് അവിടെ, വൽ അസ്ർ, അസർ നിസ്കാരം തന്നെ സത്യം. അതെന്തിനാ സ്പെസിഫൈ ചെയ്തിട്ട് 5 വക്ത് നിസ്കാരത്തിൽ അസറിനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തേക്കണത്? അതെന്തിനാ? അതെ, അസർ നിസ്കാരം മിക്കവാറും ആൾക്കാർ അവ്വൽ വക്ത് സമയം, അവ്വൽ വക്ത് അഥവാ ആദ്യ സമയം അല്ലെങ്കിൽ ജമാഅത്ത് മിസ്സാക്കുന്നവരായിരിക്കും. ഒന്നുകിൽ ജോലി തിരക്കുകൊണ്ട്, നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട്, അല്ലെങ്കിൽ ഇനി ഉച്ചവരെ ഡ്യൂട്ടി ഉള്ളൂ എങ്കിൽ ളുഹർ സ്കരിച്ചിട്ട് ഒരു ഉറക്കം പാസ്സാക്കിയിട്ടെങ്കിലും അസർ നിസ്കാരം മിക്ക ആൾക്കാരും ജമാഅത്ത് മിസ്സാക്കുന്നവരോ അവ്വൽ വക്ത് നഷ്ടപ്പെടുത്തുന്നവരോ ആയതുകൊണ്ട് ആ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ് വൽ അസ്ർ, അസർ നിസ്കാരം സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയാ, ഞാനാ സത്യം ചെയ്യുന്നത്, കണ്ടതും കേട്ടതും സത്യം ചെയ്യുന്ന ആളല്ല ഞാൻ. ഓർമ്മിച്ചോളണം, അസർ നിസ്കാരത്തിന് ഗൗരവത്തിൽ കാണണം. 4മതൊരു തഫ്സീറുണ്ട് വൽ അസ്റിന്. അതെന്താ തഫ്സീർ? വൽ അസ്ർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച അതിമനോഹരമായ കാലമുണ്ടായിരുന്നു. ആ കാലമെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള കാലമാണ്. ഏത് ശത്രുവും മുത്തുനബി തങ്ങളെ കണ്ടാൽ മിത്രമാവുന്ന ഒരു കാലം. കൊല്ലാൻ വേണ്ടി വന്നയാൾ ഏറ്റവും മികച്ച അനുയായിയായി രൂപപ്പെട്ടു വരുന്ന കാലം. ശത്രുത മനസ്സിൽ കൊണ്ടു നടന്ന് മോർട്ടൽ എനിമിയായി കടാര കൊണ്ട് ഒറ്റക്കുത്തിൽ കീഴ്പ്പെടുത്തണമെന്ന് വിചാരിച്ചയാൾ നിമിഷങ്ങൾ കൊണ്ട് എനിക്ക് ഏറ്റവും ഈ ഭൂമി ലോകത്ത് ഇഷ്ടപ്പെട്ടയാൾ നബിയെ തങ്ങളാണെന്ന് വിളിച്ചു പറയുന്ന അതിവിശാലതയുടെ സൗന്ദര്യമുള്ള ഒരു കാലം. വൽ അസ്ർ, വൽ അസ്ർ. കറവ പശുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മോനെ, നിൻ്റെ നഖം വെട്ടിയിട്ടാവണം പോകേണ്ടത്, നിൻ്റെ മൂർച്ചയുള്ള നഖം കൊണ്ട് അതിന് അകിടിന് വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ സ്നേഹമസൃണമായ കാലം. ഓ, നിസ്കരിച്ചാൽ മാത്രം പോരടോ, നോമ്പെടുത്താൽ മാത്രം പോര മോളെ, പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, നരകം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കഥ പറഞ്ഞു തന്ന കാലം. നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം കിട്ടിയ കഥ പറഞ്ഞ കാലം. ആ കാലം എന്തൊരു മനോഹരമായിരിക്കും ആ കാലം. അതാണ് നബി തങ്ങൾ തന്നെ പറഞ്ഞത്, ഖൈറുൽ ഖുറൂനി ഖർനി, എൻ്റെ കാലമാണ് ഈ ഭൂമിയിൽ ഏറ്റവും നല്ല കാലം. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഇങ്ങനെയൊക്കെ സത്യം ചെയ്തിട്ട് അള്ളാഹ്ക്ക് ഇപ്പം എന്താ പറയാനുള്ളത്? അള്ളാഹ്ക്ക് എന്താ പറയാനുള്ളത്? അള്ളാഹ്ക്ക് പറയാനുള്ളത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യന്മാരെന്താടി ഇങ്ങനെ? എത്ര വഅദ് പറഞ്ഞു കൊടുത്താലും അവനെന്താ ഫലിക്കാത്തത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അവൻ പരാജിതനാണ്. അവിടെ 3 വിശദീകരണങ്ങളുണ്ട്. ഒന്ന്, തെറ്റുകുറ്റങ്ങളിലായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ പരാജിതരാണെന്ന് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ ബോധ്യപ്പെടുത്തുന്ന 1-ാം വ്യാഖ്യാനം. തെറ്റുകുറ്റങ്ങളിലായി ജീവിതം നയിക്കുന്നവർ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഈ മജ്ലിസുൽ ആത്തുറിൻ്റെ ബറക്കത്ത് കൊണ്ട് പുറത്തു വരുമാറാവട്ടെ. ഇൽമിൻ്റെ മജ്ലിസിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ മജ്ലിസിൽ പങ്കെടുത്തവർക്ക് മഗ്ഫിറത്ത് ലഭിക്കും എന്നുള്ളത്, പാപമോചനം. അള്ളാഹുവേ, നീ പുറത്തു തരണേ റഹ്മാനെ. ഹറാമുകളില്ലാത്ത നല്ല ജീവിതം, നീ ഇഷ്ടപ്പെടുന്ന ജീവിതം നമുക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ പരാജിതനാണ് എന്ന് പറഞ്ഞാൽ അവൻ തെറ്റുകുറ്റങ്ങളുടെ ലോകത്താ. അടിച്ചുപൊളിയാണ് അവന്റെ ജീവിതം, അടിച്ചു പൊളിക്കല് തന്നെ. ഉസ്താദെ, ലാസ്റ്റ് ഇയർ അല്ലേ ഡിഗ്രി, അടിച്ചു പൊളിക്ക, ലൈഫ് ഫോർ എൻജോയ്, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതല്ലേ. എന്തിനാ ഈ കുറെ റെസ്ട്രിക്ഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളൊക്കെ? അടിച്ചു പൊളിക്കല് തന്നെ. നന്നാവലൊക്കെ പിന്നെ ക്യാമ്പസ് കാലം കഴിയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് നന്നാവണം എന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ, ഗ്രന്ഥങ്ങളിൽ കാണാം, അയാൾ വരുന്ന വഴിയിൽ ശത്രുക്കൾ ബ്ലോക്ക് ചെയ്തു. എവിടെ പോവാ?
ഇസ്ലാം സ്വീകരിക്കണം. ഇസ്ലാം സ്വീകരിച്ചാൽ ഒരാളെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ, അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ ഇസ്ലാം സ്വീകരിക്കണം. അപ്പോൾ ഇയാളോട് ഇത് പറഞ്ഞാൽ വിലപ്പോവില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ ട്രിക്ക് മാറ്റി. ഇസ്ലാം സ്വീകരിച്ചാലേ വ്യഭിചരിക്കാനൊന്നും പറ്റൂല, അതെനിക്കറിയാം, അല്ലെങ്കിൽ ഇസ്ലാം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അത് ശരിയല്ലല്ലോ. ഇയാളോട് ഇപ്പോൾ എന്തു പറയും? ഇസ്ലാം സ്വീകരിച്ചാൽ തണ്ണി അടിക്കാൻ പറ്റില്ല, കള്ളു കുടിക്കാൻ പറ്റില്ല. അങ്ങനുണ്ട്. അതെ, എന്നൊരു കാര്യം ചെയ്യാം, ഇക്കൊല്ലം ഏതായാലും കുടിച്ച് തിമിർത്താടാം. ഏതായാലും ഫൈനൽ ഇയർ അല്ലേ ഡിഗ്രി, ഉദാഹരണം. ഇക്കൊല്ലം ഏതായാലും അടിച്ചു പൊളിക്കാം. അടുത്ത കൊല്ലം ഏതാകാം, റമദാൻ തൗബയൊക്കെ ശരിയാവാന്നൊക്കെ പറയണ പോലെ അടുത്ത കൊല്ലം ശരിയാവാം. ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ കുതിരപ്പുറത്ത് വീണു മരിച്ചു. നാളെ നന്നാവാം എന്ന് ചിന്തിക്കുന്നവർക്കുള്ള കഥയാണ് എന്ന് മഹത്തുക്കൾ ഈ ചരിത്രത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതാ ഖുർആൻ പറയണത്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാർ പരാജിതരാണ്. എത്രയാ വഅള അവർ കേൾക്കണത്. യൂട്യൂബിൽ നിന്ന് തന്നെ 5 ഉസ്താദുമാരുടെ വഅള കേട്ടാൽ അതേ യൂട്യൂബിൽ നിന്ന് തന്നെ സിനിമ കാണുക. എന്താടാ ഇവൻ കാണുന്നത്? എന്തപ്പോൾ കാണുന്നത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, സമയം എത്രയായി എന്ന് നോക്കാൻ ഫോൺ എടുത്തിട്ട് സമയം പോയതറിയാത്ത ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നവർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഈ ആയത്ത് നമ്മൾ കേൾക്കണം. തെറ്റുകുറ്റങ്ങൾ, ഈ തെറ്റുകുറ്റങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോണത്. നമുക്ക് ഒരു ഹറാമായ വീഡിയോ കാണണമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ, എന്ത്, ഈ കോമഡി കണ്ടാലോ, ഈ ഹറാമ് കണ്ടാലോ, ഇങ്ങനെ ഹറാമ് വീഡിയോ ചെയ്താലോ, അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട 2-3 വിചാരങ്ങളുണ്ട്. ഒന്നാമത്തെ വിചാരം, സൂറത്തുൽ ഫുർഖാൻ നമ്മളുമായി പങ്കുവെക്കുന്നു. ഈ വീഡിയോ ഓൺ ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പ് നീ തന്നെ നിന്നോട് ചോദിക്കുക, അദാലിക ഖൈർ, ഈ 10 മിനിറ്റത്തെ ഹറാമായ വീഡിയോ ആണോ, അവളോട് സംവദിക്കലാണോ ഖൈർ, നല്ലത് അല്ല? അടുത്ത ഓപ്ഷൻ, അം ജന്നത്തുൽ ഖുൽദി ലതി വഉദൽ മുത്തഖൂൻ, കോടാനുകോടി കാലം അനുഭവിക്കേണ്ട സ്വർഗമാണോ നല്ലത്? നീ ഒന്ന് പറഞ്ഞിട്ട് ഉത്തരം. 10 മിനിറ്റത്തെ ചെറിയ സുഖമാണോ നല്ലത്, കോടാനുകോടി കാലം അനുഭവിക്കേണ്ട സ്വർഗമാണോ നല്ലത്? അപ്പം മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉത്തരം വരും. എന്തുത്തരം വരും? കോടിക്കോടി 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 കോടി എന്നത് 1 കോടിയോ 2 കോടിയോ 10 കോടിയോ കൊല്ലം, അങ്ങനെ കോടി 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 എന്ന് പറഞ്ഞാലും തീരാത്ത കാലമാണ് സ്വർഗം. ഈ സ്വർഗത്തിൽ പോക്കന്നെ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് മുഅ്മിനിൻ്റെ ഹൃദയം ഉത്തരം നൽകും. അപ്പോൾ പിന്നെ അത് ഓഫ് ചെയ്യും, വേണ്ട നോക്കും. ഇന്നത്തെ വഅളിൻ്റെ സദസ്സിൽ വന്ന നമ്മൾ ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് ആവേണ്ട ആയത്താ. വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് അല്ല, അത് 24 മണിക്കൂർ കൊണ്ട് പോകും. ഹൃദയത്തിൻ്റെ സ്റ്റാറ്റസ് ആവണം. എന്തേ? എടുക്കുക ഖുർആനിൻ്റെ സൂറത്തുൽ ഫുർഖാൻ, കുൽ അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദി ലതി വഉദൽ മുത്തഖൂൻ. ഈ 10 മിനിറ്റത്തെ വീഡിയോ ആണോ, 5 മിനിറ്റ് വീഡിയോ കോൾ അവളുമായി സംവദിക്കലാണോ, അല്ല കോമഡി റീൽസുകളിൽ ജീവിക്കലാണോ നല്ലത്? ആം ജന്നത്തുൽ ഖുൽദി ലതി വഉദൽ മുത്തഖൂൻ, സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു ഓഫർ ചെയ്ത കോടാനുകൂടി കാലം കിടക്കേണ്ട സ്വർഗമാണോ ടോപ്പ് എന്ന് മോനെ നീ നിന്നോട് തന്നെ ഹൃദയത്തിലേക്കൊരു സെൽഫി എടുത്ത് ചോദിക്കൂ. ഉത്തരം മുഅ്മിനിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരും, അൽ ജന്ന, എറ്റേണൽ പാരഡൈസ്, സ്വർഗമാണ് ടോപ്പ് എന്ന് മുഅ്മിനിൻ്റെ ഉത്തരം വരും. മുനാഫിഖിൻ്റെ ഉത്തരം വരും, എന്ത് വഅള് പറഞ്ഞാലും കുറച്ചൊക്കെ അടിച്ചു പൊളിക്കണം. എൻ്റെ അഭിപ്രായം അതാണ്, കുറച്ചൊക്കെ അടിച്ചു പൊളിക്കണം. ഇതിങ്ങനെ കെട്ടിപ്പോട്ട് ജീവിക്കാൻ എന്നൊക്കെ ഉണ്ടാവില്ല, കുറച്ചൊക്കെ അടിച്ചു പൊളിക്കണമെന്ന് എൻ്റെ അഭിപ്രായം മുനാഫിക്കിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരും. ഈ തിമിർത്താട്ടൊക്കെ എത്ര വരെ ഉണ്ടാകും? അപ്പോൾ ഒരു തെറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ നിലപാട് ഇതാണ്. 2, എന്താ രണ്ടാമത്തെ നിലപാട്?
ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മരിച്ചാലോ എന്ന വിചാരം നമുക്കുണ്ടാവണം. നമ്മുടെ പരിസരത്ത് തന്നെ എത്ര ആൾക്കാർ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച ആൾക്കാരുണ്ട്. എൻ്റെ ജില്ലയിൽ തന്നെ ഒരു ചെറുപ്പക്കാരനെ മന്ത്രിക്കാൻ വേണ്ടി ഉപ്പാപ്പ പള്ളിയിൽ ഉസ്താദിനെ സമീപിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോന് കുറച്ച് പ്രയാസത്തിലാണ്, നിങ്ങളൊന്ന് വന്ന് മന്ത്രിക്കാവോ? ഉസ്താദിൻ്റെ വിചാരം ചെറിയ കുട്ടിയാണെന്നാ. വീട്ടിലെത്തിയേക്കുമ്പോഴേക്ക് ഡിഗ്രി പ്രായത്തിലുള്ള മോനാ. അവൻ്റെ വായിൽ നിന്നൊക്കെ ഇങ്ങനെ ഓവറായിട്ട് ഉമിനീരിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അതത്ര നല്ലൊരു ഒരു അലാമത്ത് അടയാളമല്ല. നല്ല മരണമാണെങ്കിൽ ഒന്നിക്കിൽ നെറ്റിയിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ വരും. അത് AC ഇട്ടാലും വരും. സ്വാലിഹീങ്ങൾ മരിക്കുമ്പോൾ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ വിയർപ്പ് പൊടിയും. വേറൊരടയാളം, കണ്ണിൻ്റെ ഈ മൂലയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ഒഴുകൂല, അവിടെ വെള്ളം ഇങ്ങനെ തളം കെട്ടി നിന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ മൂക്കിൻ്റെ ദ്വാരം കുറച്ച് വീർത്ത് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. കുറച്ച് വലിയ ദ്വാരം പോലെ തോന്നും. ഈ മൂന്നിലൊരടയാളം സ്വാലിഹീങ്ങളുടെ മരണത്തിൻ്റെ അടയാളം. കണ്ണ് പുറത്തേക്ക് തള്ളി നിന്ന് പേടിപ്പെടുത്തുന്ന രൂപമാവലും ശരീരത്തിൻ്റെ രൂപം കറുത്തുപോക്കും ഓവറായിട്ട് ഉമിനീര് വരുന്നൊന്നും അത്ര സുഖമുള്ള പരിപാടിയല്ല. ഉസ്താദിനും ഒരു ചെറിയ പേടിയായി. ഡയറക്റ്റ് കുടുംബത്തോട് പറഞ്ഞാൽ അവർക്ക് ഫീലിംഗ് ആകും എന്ന് കരുതി ഉസ്താദ് ഇൻഡയറക്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്ത് സൂചിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മോന് മരിച്ചു. ഈ ചെറുപ്പക്കാരൻ ഡ്രസ്സ് മാറ്റിക്കൊടുത്തു. വെളുത്ത തൊലിയുള്ള പയ്യൻ്റെ ഡ്രസ്സ് മാറ്റിക്കൊടുത്തപ്പോൾ ഇവിടെ കറുത്ത വരയാ കാണുന്നത്. നോക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവാതെ കറുത്ത വര. എന്താ? അപ്പോൾ ഈ കുട്ടി പാൻറ്റിൻ്റെ ഇവിടെ ടൈറ്റിൽ അവൻ്റെ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുത്തിയിട്ടുള്ള ഹെഡ്സെറ്റ് ഇയർഫോൺ ഇങ്ങനെ ഇതിലൂടെ വന്നിട്ടുള്ള ചെവിയിലേക്കുള്ള യാത്രയാണ് ആ ഇയർഫോൺ. അതാണ് കാണുന്നത്. അത് പറിച്ചിട്ട് ഒരാൾ വെച്ച് നോക്കുമ്പോൾ മ്യൂസിക് സിനിമ പാട്ടാണ്. അസ്രായിൽ വന്നിട്ട് ഇവനെ ഓഫ് ചെയ്തപ്പോഴും പാട്ട് ഓഫ് ചെയ്യാൻ വേറെ ഒരാൾ വേണ്ടി വന്നു. യമൂത്തുൽ മർഉ അലാ മാ ആശ അലൈഹി. ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ കൂടുതൽ എന്ത് ചെയ്തു അത് ചെയ്യുമ്പോഴായിരിക്കും മരണം ഉണ്ടാവുക. അത് ചെയ്യുമ്പോഴാണ് മരണം ഉണ്ടാവുക. കാമുകനും കാമുകിയും കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽ മരിച്ച സംഭവങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യർ പരാജിതരാണ്. അവരുടെ ജീവിതം തെറ്റുകുറ്റങ്ങളിൽ രസം കണ്ടെത്തുന്നവരാണ്. ഇബ്രാഹിമിനെ അദ്ദേഹം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് തെറ്റ് ചെയ്യാതെ നിവൃത്തിയില്ല, എനിക്കാവുന്നില്ല, എന്താ ഇപ്പം ചെയ്യാതെ? അതിന് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ചെയ്തോളി, അതിനെന്താ പ്രശ്നം, ചെയ്യട്ടെ. ഓ ചെയ്തോളി, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താ? അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയിട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ചെയ്തോളി. എന്താ പറഞ്ഞേ? അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയി ചെയ്തോളി എന്നാ ഓക്കെ. അങ്ങനൊരു സ്ഥലം ഉണ്ടാവോ? എന്നാൽ പിന്നെ അത് വേണ്ട, വേറൊരു കണ്ടീഷൻ തരാം. അള്ളാഹുവിൻ്റെ ഫുഡും അള്ളാഹുവിൻ്റെ വെള്ളവും കഴിക്കാതെ കുടിക്കാതെ തെറ്റ് ചെയ്തോളി. അത് നടക്കോ? അതെങ്ങനെ നടക്കാൻ? ഓഹോ, അള്ളാഹിൻ്റെ വെള്ളവും ഭക്ഷണവും കഴിക്കും വേണം, അതും അള്ളാഹിൻ്റെ മുമ്പിൽ തന്നെ ചെയ്യും വേണം. അത് ഭയങ്കരമാണല്ലോ. അത് പറ്റൂല. അയാൾ നന്നാവാൻ ഈ ഉപദേശം മതിയായിരുന്നു. ശരിക്കും നമ്മളും വിചാരിക്കേണ്ട ഒരു വിചാരമാണിത്. നമ്മളുടെയും ഹൃദയത്തിൽ ഉണ്ടാവേണ്ട ഒരു വിചാരപ്പെടലാണത്. കാരണം മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോഴുള്ള ഓപ്ഷൻസ് നിങ്ങളൊന്ന് നോക്കൂ. മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ എന്താ ഓപ്ഷൻസ് ഉള്ളത്? 2 ഓപ്ഷൻസാണ്. ഈ ഫോണിൽ നിന്ന് തെറ്റ് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻസ്. എന്താ ഓപ്ഷൻസ്? ഒന്നുകിൽ ഈ ഫോണിലൂടെ ചെയ്യുന്ന തെറ്റ് അള്ളാഹ് കാണുന്നുണ്ട് എന്ന് ചെയ്യുന്ന നമുക്ക് തന്നെ അറിയാം, അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ, ഈ ചെയ്യുന്ന തെറ്റ് അള്ളാഹ് കാണുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഈ 2 ഓപ്ഷൻസിനെയും ഒന്ന് വിശദീകരിച്ച് നോക്കിയേ.
ഒന്നാമത്തത്, ഞാൻ ഈ ഫോണിലൂടെ കാണുന്ന തെറ്റ് അല്ല കാണുന്നുണ്ട് നമുക്കറിയാം, എന്നിട്ടും തെറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് ധിക്കാരാണ്. കാരണം എന്തുകൊണ്ട്? അല്ല കണ്ടാലെന്നാ അല്ല കണ്ടാലെന്നാ ലൈഫ് അടിച്ചു പൊളിയാണല്ലേ, പിന്നെ അല്ല കണ്ടാലെന്നാ, അതാണ് മൂപ്പരുടെ വിചാരം. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, അല്ല കാണുന്നില്ല എന്നാ മൂപ്പര് വിചാരിക്കുന്നത്. അല്ല കാണുന്നുണ്ട് എന്ന് മനസ്സിൽ തോന്നിയിട്ട് തെറ്റ് ചെയ്താൽ ധിക്കാരം. അല്ല കാണുന്നില്ല എന്നാ മൂപ്പരെ മനസ്സിലെ വിചാരം. എന്നാലോ അയാളെ മനസ്സിൽ എന്താ തോന്നുന്നേ? അല്ല കാണുന്നില്ല. അതെന്തേ? ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടല്ലോ, വാതിലടച്ചിട്ടുണ്ട്, കുറ്റിവിട്ടിന്, ലോക്കും ആക്കിന്, പിന്നെ എൻ്റെ മൊബൈൽ നമ്പർ ലോക്ക് ഉണ്ട്, പിന്നെ എൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, പിന്നെ കണ്ട വീഡിയോസ് മൊത്തം ഞാൻ ഡിലീറ്റ് ആക്കുന്നുണ്ട്, നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ആക്കുന്നുണ്ട്. എങ്ങനെ അല്ല കാണല്? അതൊരു തരം കുഫറാണ്, കുഫർ. കാരണം അന്ധനായ അള്ളാഹുവിലായി എൻ്റെ വിശ്വാസം. മോനെ എത്ര വയസ്സായി? 17. മദ്രസ പഠിച്ചിരുന്നോ? കുറച്ച് കാലം. എത്ര കാലം? 6ാം ക്ലാസ് വരെ. അത്രേ ഉള്ളൂ അല്ലേ? 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഒരു പാട്ട് ഉസ്താദ് അങ്ങോട്ട് പാടിയാൽ കിട്ടോ? ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉസ്താദ് പാടിയ എല്ലാം കാണും അല്ല, പിന്നെ ഓർമ്മയില്ല എന്ന് പറയും. പാടെ ഏതായാലും എല്ലാം കാണും അല്ലാഹു, ബാക്കി എല്ലാം കേൾക്കും അല്ലാഹു. അന്ന് മോനിക്ക് എത്ര വയസ്സായിരുന്നു? 7. ഇപ്പം എത്ര? 17. ഒന്നും കൂടി പാടി. എല്ലാം കാണും അല്ലാ. അന്ന് അള്ളാഹ്ക്ക് കഴിച്ചുണ്ടായിരുന്നു അല്ലേ? ഇപ്പം 10 കൊല്ലം നമുക്ക് കഴിച്ചു പോയോ? പിന്നെ എന്തിനാ നീ വാതിലടച്ചത്? തെറ്റ് ചെയ്യുമ്പോൾ കാണാതിരിക്കാൻ. ആര് കാണാതിരിക്കാൻ? ഉപ്പ, ഉമ്മ, ഉസ്താദ്, ഏട്ടൻ, ഭാര്യ, ഭർത്താവ്. അല്ലയോ? നീ എന്തിനാ ഡിലീറ്റ് ആക്കിയത്? അല്ല കാണാതിരിക്കാൻ. ആ ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. എന്നാൽ വിശദീകരണങ്ങളുടെ ലോകത്തേക്ക് പോകാൻ നേരമില്ലെന്ന് വിചാരിച്ച് കുറച്ചുകൂടി വേഗത വർദ്ധിപ്പിച്ച് എൻ്റെ പ്രഭാഷണത്തിൻ്റെ കണ്ടൻറ്റിൻ്റെ കോർ ഭാഗം മാത്രം പൂർത്തിയാക്കുന്നു. എന്നാൽ എല്ലാവരും പരാജിതരാണെന്ന് പറയലല്ല ഖുർആനിൻ്റെ ലക്ഷ്യം. മറിച്ച് ഇല്ലല്ലദീന ആമനു കൊണ്ട് തുടങ്ങുന്നത് 4 ഗുണങ്ങളുള്ളവർ വിജയിച്ചവരാണ്. ഏതാണ് 4 ഗുണങ്ങൾ? ഇല്ലല്ലദീന ആമനു. 1, ശരിയായ വിശ്വാസം ഉണ്ടാവണം. മുഅ്മിനാണെന്നുള്ളത് അക്ഷരങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെടേണ്ടതല്ല, വിശ്വാസമാണ് പ്രധാനം. ഒരു മുഅ്മിൻ അയാളുടെ കർമ്മങ്ങളെക്കാൾ പ്രധാന പാർട്ടായിട്ട് കാണണം അയാളുടെ ഈമാൻ. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാവുന്ന കാലം വരും, ഖിയാമത്ത് നാളിൻ്റെ കാലം. ആ കാലത്തിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് ഭയപ്പെട്ടു പോകണം സോഷ്യൽ മീഡിയ കാണുമ്പോൾ. ആലിമീങ്ങളെ പരിഹസിക്കുന്നത് മുർത്തദ്ദാവാനുള്ള കാരണമാണ്. തങ്ങന്മാരെ നിന്ദിക്കുന്നത് ഇസ്ലാം എന്ന് പുറത്തു പോകാനുള്ള കാര്യമായി ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥം എഴുതി വെച്ചിട്ടുണ്ട്. തങ്ങന്മാരെ വിലയില്ല, ആലിമീങ്ങളെ ചെറുതാക്കുക, ഔലിയാക്കളെ കളിയാക്കുക, ഇതാണ് ബിദ്അത്തുകാരുടെ ഒന്നാമത്തെ അജണ്ട. അവരാണ് കേരളത്തിൽ ആലിമീങ്ങളുടെ വില കുറച്ചു കൊണ്ടുവന്നത്. അത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടും ഇല്ലാതായാലും ഒരേ ആലിമിനെ നമ്മൾ ജീവിതത്തിൽ കുറ്റം പറയാൻ പാടില്ല. അത് മദ്രസയിലെ പഠിപ്പിക്കണ ഉസ്താദായാലും നമ്മളെ നാട്ടിലെ മുഅല്ലിമാണെങ്കിലും പള്ളിയിലെ ഉസ്താദാണെങ്കിലും ആലിം തന്നെ. ചില ആൾക്കാരുണ്ട് വഅള് പറയുന്ന ഉസ്താദിനെയും, എന്നെ അല്ല പറയണം കേട്ടോ, വലിയ ഉസ്താദുമാരെയും തങ്ങന്മാരെയൊക്കെ ഭയങ്കര ആദരവ് തന്നെ. അതതു നാട്ടിലെ ഉസ്താദുമാർക്ക് ഒരു വിലയുണ്ടാവില്ല. അത് ശരിയായ നിലപാടല്ല. ഒരൊറ്റ ആലിമിനെ, കാരണം ഇൽമിൻ്റെ അഹ്ലുകാരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവർ അമ്പിയാക്കളുടെ അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യുന്നവരാ. പണം എന്നുള്ളത് നബിമാരുടെ അനന്തര സ്വത്തല്ല, ഫറോവമാരുടെ അനന്തര സ്വത്താ. പണം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ കാരണമൊന്നുമല്ല. ഇഷ്ടമുള്ളവർക്കും പണം കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്കും പണം കൊടുക്കും. ഇഷ്ടാനിഷ്ടങ്ങളുടെ മാനദണ്ഡങ്ങളല്ല പണം എന്നുള്ളത്. അതേസമയത്ത് മയ്യുരിദില്ലാഹു ഖൈറൻ,
അള്ളാഹു ഒരാളെ നന്നാക്കാൻ നന്മ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, ഇൽമ അള്ളാഹു നൽകും. അതുകൊണ്ടാണ് മഹാന്മാർ എഴുതി വെച്ചത് വഅയ്യു ശൈഇൻ അഫ്ളലു മിൻ ത്വലബിൽ ഇൽം, ഇൽമ നേടുന്നതിനേക്കാൾ പവറുള്ള ഒരു സംഗതി ലോകത്ത് എന്തിനാ ഉള്ളത് എന്ന് സയ്യിദുനാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അപ്പം പ്രമാണിമാരും പണമുള്ളവരൊക്കെ വിചാരിക്കേണ്ടത് എൻ്റെ 4 മക്കളിൽ ഒരു ബുദ്ധിയുള്ള മോനെ ആലിമാക്കണം എന്നാണ്. ഒരാലിമായ മോൻ കൈപിടിച്ച് സ്വർഗത്തിലെത്തുന്ന പോലെ എത്തിക്കണത് പോലെ ഒരാലിമായ മോൻ, ഒരു ഹാഫിളായ മോൻ കൈപിടിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് പോലെ ഉമ്മ ഉപ്പ ഒരു എൻജിനീയർക്കും കഴിയൂല, ഒരു BDS FAMD MLT ആയുർവേദിക് MBBS ഒരാൾക്കും കഴിയൂല. ആലിം തന്നെ. ആഖിറത്തിലെ ആലിമീങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അള്ളാഹു ചോദിക്കും, എവിടെ പോവാ? സ്വർഗത്തിലോ? നിങ്ങൾ പെട്ടെന്ന് പോണത്? ഇഷ്ടപ്പെട്ടവരെയൊക്കെ സ്വർഗത്തിലേക്ക് കയറ്റിയിട്ട് പോയാൽ പോരെ? അങ്ങനെ ഒരു മോന് നമുക്ക് വേണ്ടേ? വേണം. നമ്മളൊക്കെ ഇന്ന് മഗ്‌രിബ് ഇശാ നിസ്കരിച്ചില്ലേ? പ്രായപൂർത്തിയായ കാലം മുതൽ ശരിയാവണ്ണം നിസ്കരിക്കാറില്ലേ? ഇങ്ങനെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുടെ നിസ്കാരം കിട്ടുന്ന ഒരു മനുഷ്യൻ ഉണ്ട്, ഒരു മഹാൻ. ആരാ? ആ മഹാന്റെ പേരാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഈ ഷാഫി ഇമാമിന്റെ അടക്കം കൂലി കിട്ടുന്നുണ്ട് ഒരാൾക്ക്. ആരാ? ഷാഫി ഇമാമിന്റെ ഉമ്മാക്ക്. ഷാഫി ഇമാമിന്റെ ഉമ്മ, ഷാഫി ഇമാം റഹിമഹുള്ളയുടെ ചെറിയ പ്രായത്തിലെ ഉപ്പ നഷ്ടപ്പെട്ടു പോയ മോനെ വനശഫി ഹിജിരി ഉമ്മിഹി യതീമൻ, യതീമായ മോനെ അടിപൊളിയാക്കി വളർത്തി ആലിമാക്കിയത് ഈ ഉമ്മാൻ്റെ ക്രെഡിറ്റാണ്. ഷാഫി ഇമാമിൻ്റെ അടക്കം കൂലി കിട്ടണ ഉമ്മ ചിത്രത്തിലൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കും അറിയാം ഷാഫി ഇമാമിൻ്റെ ഉമ്മാൻ്റെ പേരും നാടും വീടും ഇല്ല. പക്ഷേ ഷാഫി ഇമാമിൻ്റെ ഉമ്മ ചിത്രത്തിലില്ലെങ്കിലും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്തേ കാരണം? ദാരിദ്ര്യത്തിൻ്റെ തീച്ചൂളയിലും എൻ്റെ മോനെ പണത്തിൻ്റെ ഹുങ്ക് കൊണ്ട് കുബേരനാക്കണമെന്ന് ചിന്തിക്കാതെ ആലിമാക്കണമെന്ന് വിചാരിച്ചു. ഈ മോന് പഠിച്ച് വളർന്ന് വലുതാകുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന് എഴുതാൻ ആ കാലത്തെ പേപ്പറിൻ്റെ പേനയുടെ സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് കശാപ്പ് ശാലയിൽ പോയിട്ട് അറവ് മൃഗത്തിൻ്റെ എല്ലെടുത്തു വന്ന് ഈ എല്ലിൻ്റെ മേലെ ഇൽമ എഴുതി വെച്ചിട്ട് ഒരു റൂം മുഴുവൻ എല്ലുകളായിരുന്നു എന്നാ ഷാഫി ഇമാമിൻ്റെ വീട്ടിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഫീസ് കൊടുക്കാൻ വകയില്ലാത്തത് കൊണ്ട് ദർസിൻ്റെ പുറത്തിരുന്നിട്ട് ഇൽമ കേട്ട മോനാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ദർസിൽ വളരെ ബേക്കിലിരിക്കുമ്പോൾ മാലിക് ഇമാം ഒരു ദിവസം വറമക്കഹുൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി. എന്താ കുട്ടി ഇങ്ങനെ കളിക്കുകയാണല്ലോ, വലത് കൈയുടെ വിരൽ കൊണ്ട് ഇടത് കൈയുടെ പുറം ഭാഗത്ത് ഇങ്ങനെ എഴുതുകയാണല്ലോ, ഹദീസിൻ്റെ ക്ലാസ്സിലാണോ കളിക്കണത്? 17-18 ഹദീസ് എടുത്തിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നിർത്തി. എന്നിട്ട് എല്ലാവരോടും പോയപ്പോൾ എല്ലാവരും പോകാൻ പറഞ്ഞു. എല്ലാവരും പോയി. കുട്ടിനാ വാ, മോൻ്റെ പേരെന്താ, നാടെവിടെ? ഹദീസിൻ്റെ ക്ലാസ്സല്ലേ, കളിക്കുക. അപ്പോൾ ഈ ചെറിയ മോൻ്റെ വർത്തമാനം, ഞാൻ കളിക്കല്ലോ സാർ. പിന്നെ എന്താ, ഞാൻ കണ്ടല്ലോ അത് എഴുതാൻ സംവിധാനങ്ങളില്ല, പേപ്പറില്ല, പേനയില്ല, ഒന്നുമില്ല. അപ്പം പിന്നെ ഉസ്താദ് പറഞ്ഞത് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ എഴുതി വെക്കുകയാണ്. അല്ലാ, അങ്ങനെയായിരുന്നു മോനിക്ക് അങ്ങനെ എഴുതി വെച്ചാൽ മോനിക്ക് ഓർമ്മ ഉണ്ടാവോ? ഉസ്താദ് 18 ഹദീസല്ലേ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത്? അതെ. ഉസ്താദിൻ്റെ ഉസ്താദ് അവരുടെ ഉസ്താദ് അങ്ങനെയുള്ള എല്ലാ സനദും അടക്കം ഞാൻ ഹദീസ് പറഞ്ഞു തരട്ടെ? അതെ, തുടങ്ങും. ഹദ്ദസന ഉസ്താദി മാലിക് അൻ നാഫി അൻ ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. 18 പറഞ്ഞപ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ മോനെ എന്ന് പറഞ്ഞൊരു ദുആ, ആ ദുആ എൻ്റെ ഫലം വലിയ ആലിമായി. ആലിമു ഖുറൈശിൻ യംലഉ തിബാകൽ അർളി ഇൽമാ, ലോകത്ത് മുഴുവനും വിവരങ്ങളുടെ അറിവിൻ്റെ രേണുക്കളെ പകർന്നു കൊടുക്കുന്ന ലോകറിയപ്പെട്ട പണ്ഡിതനായി. അങ്ങനെ വലിയ ആലിമായപ്പോൾ ആരെങ്കിലുമൊക്കെ ഹദിയ കൊടുക്കുമല്ലോ. അങ്ങനെ കിട്ടിയ 100 ദിർഹമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ വീടിൻ്റെ വാതിലൂടെ പുറത്തേക്ക് മുഖമിട്ട് നോക്കുമ്പോൾ മോൻ്റെ കയ്യിൽ എന്തോ പണസഞ്ചി. മോൻ ആന്താ പണം? അതെന്തിനാ? വീട്ടിൽ നിന്ന് പോകുമ്പോൾ വെറും കൈയോടല്ലേ പോയത്, പിന്നെന്താ കുറേ പണമൊക്കെ എടുത്ത് വരുന്നത്? അതാർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് വെറും കൈയോടെ വന്നാൽ മതി, പോയ പോലെ തന്നെ വന്നാൽ മതി. ഉമ്മ മോളെ കെട്ടിക്കണ സമയത്ത് നമ്മുടെ വിചാരം പുതിയാപ്പിള കുഴപ്പമില്ല, ജർമ്മൻ കമ്പനിയിലാ ജോലി, 1 lakh above സാലറി അല്ലേ? എന്ത് കിട്ടും ആഖിറത്തിൽ? എന്ത് കിട്ടും എന്നാ വിചാരിക്കണത്?
അക്കൗണ്ടിൻ്റെയും കാറിൻ്റെയും പറപ്പിൻ്റെയും ഹുങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് വിചാരിക്കണത്? ഒരു മോൻ സ്വർഗത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്കുണ്ടാവണം. സ്വർഗവാതിലിൽ വെൽക്കം ബാനറുമായി കാത്തിരിക്കുന്ന ഒരു മോനെ നമുക്ക് കിട്ടണം. അതിന് വേണ്ടത് കുൻ ആലിമാ, നീ ഒരു ആലിമാവണം, അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിമാവണം, അല്ലെങ്കിൽ ഇൽമിനെ സ്നേഹിക്കുന്ന ആളാവണം, ഇൽമ കേൾക്കുന്നവനാവണം. വലാ തകുൻ ഖാമിസ ഐ വലാ തകുൻ മുബ്തദിഅ, നീ ഒരു പുത്തൻവാദിയാവരുത്. 6ാം ക്ലാസ്സിൽ നിന്ന് മദ്രസ ഒഴിവായി പിന്നെ കുറച്ച് ഗൂഗിൾ ഉസ്താദിനോടും വെബ്സൈറ്റിൽ നിന്നും പഠിച്ചിട്ടാ പിന്നെ വിവരദോഷികളായി ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് തിരിച്ചു വരുമ്പോൾ ഷിർക്കായി മാറുന്നത്. അതെങ്ങനെ മോനെ? പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് ഖത്തറിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് ഷിർക്കാവണത്? ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബിരിയിലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മൗലിദ് കഴിക്കൽ ഷിർക്കാണെന്ന് ബോധ്യപ്പെട്ടു അല്ലേ? എന്തുകൊണ്ടാണ് നമ്മളെ പിള്ളേർ വിദേഹത്തിലേക്ക് പോണത്? മതവിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞല്ലോ, ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഈമാനോടെ മരിക്കുന്നുള്ളതിൻ്റെ അടയാള. ഒരാൾ ബിദ്അത്തുകാരനാവുക എന്നുള്ളത് ഈമാനില്ലാതെ മരിക്കും എന്നുള്ളതിൻ്റെ റെഡ് സിഗ്നലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതാ ഖുർആൻ പറഞ്ഞത് ഖു അൻഫുസക്കും വാഹിലീക്കും നാറ എന്ന് പറഞ്ഞാൽ ഇമാം ഖുശൈരി തങ്ങൾ വിശദീകരിക്കുന്നു, അല്ലിമു ഔലാദക്കും അസ്സുന്നത വൽ ജമാഅ, മക്കളെ നിങ്ങൾ സുന്നികളാക്കി വളർത്തണം. ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള തെറ്റുകുറ്റങ്ങൾ എന്നൊക്കെ മാറിയിക്കണം. ഒരു 5-6 തെറ്റുകുറ്റങ്ങൾ ഞാൻ കുറച്ച് സ്പീഡിൽ പറയാം. 1, പലിശയുമായി ഇടപെടൽ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ മനുഷ്യന്മാർ ചോദിക്കൽ, ഉസ്താദേ പലിശൻ്റെ കുറച്ച് പണം ഉണ്ടായിരുന്നു കയ്യിൽ, എന്താ പറ്റുക? ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടാക്കല്ലേ? കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇപ്പോഴത്തെ. കുറച്ച് മുന്നേ വരെ ചോദ്യം, വീട്ടിൻ്റെ ഇൻ്റർലോക്കൊക്കെ ഇടല്ലേ? ഇപ്പം ചോദ്യങ്ങളൊക്കെ മാറിയിട്ട് വീട്ടിലെ കക്കൂസൊക്കെ ഉണ്ടാക്കല്ലേ? നാളത്തെ ചോദ്യം പ്രതീക്ഷിക്കുക, വീട്ടിലെ ബെഡ്റൂം വാങ്ങല്ലേ? ബെഡ്റൂം സെറ്റാക്കാം. പലിശയോടൊക്കെ വളരെ ലാഘവത്തോടുള്ള ഇടപെടലാണ്. പലിശക്കാരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന ആയത്തുണ്ടല്ലോ, ഇതിനെ വിശദീകരിച്ച് മഹാന്മാർ എന്താ പറഞ്ഞതെന്നറിയോ? അള്ള യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ ഈമാനില്ലാതെ മരിച്ചു പോകും. ഫർണിച്ചർ ഷോപ്പുകാരും ജ്വല്ലറിക്കാരൊക്കെ വിവിധങ്ങളായ സ്കീമുകൾ ഇട്ടിട്ട് ഓഫറുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ കച്ചവടം എനിക്ക് ഹലാലാണോ ഹറാമാണോ എന്ന് വിലയിരുത്താതെ ഫിഖ് അറിയുന്ന ആലിമിനോട് ചോദിക്കാതെ നമ്മൾ അതിൽ ഇടപെടരുത്. കടം കൊടുത്തിട്ട് ലാഭം വാങ്ങുന്ന പരിപാടികളൊക്കെ പലിശയാ ഇസ്ലാമിൽ. കൊല്ലു കർലിൻ ജറ മൻഫഅതൻ ഫഹുവ റിബാന. കടം കൊടുത്തിട്ട് ലാഭം വാങ്ങുന്ന പരിപാടിയൊക്കെ പലിശയാ. ഇപ്പം കടം എന്നൊന്നും പറയൂല, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക. ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ സ്വർണം എത്രയാണോ വില, ആ വിലക്ക് 4 മാസം കഴിഞ്ഞിട്ട് നിൻ്റെ പെങ്ങളെ കല്യാണത്തിൻ്റെ സമയത്ത് തരാം. അപ്പോൾ പണം ഇങ്ങനെ അടച്ചുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോഴാണ് സ്വർണത്തിൻ്റെ വില കുറവെങ്കിൽ ഈ വിലക്ക്, അന്നാണ് കുറവെങ്കിൽ ആ വിലക്ക്, അന്ന് കൂടുതലാണെങ്കിൽ ഇപ്പോഴത്തെ വിലക്ക്. പണിക്കൂലിയില്ല എന്ന ലാഭം നിനക്ക് ഉണ്ടാകും. കടം കൊടുക്കുന്നു, ലാഭം വാങ്ങുന്നു. മോമിനീങ്ങളെ, ഇത്തരത്തിൽ ഏത് കച്ചവടം നടത്തുമ്പോഴും ഉടനെ തന്നെ ഒരു ഫഖീഹായ ഫിഖ് അറിയുന്ന ഒരാളോട് ചോദിക്കണം. ചിലപ്പോൾ അങ്ങനത്തെ ഓൺലൈൻ ബിസിനസ്സിലും അത്തരം കച്ചവടങ്ങളിലും നമ്മളെ കൂടെ ഇരുത്താൻ വേണ്ടി അവരുപയോഗിക്കുന്ന ഒന്നാമത്തെ ട്രിക്ക് 2-3 ഉസ്താമാരൊക്കെ ഉണ്ട് എന്നുള്ള ഉസ്താമാരുടെ പേരും അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഫിഖ് അറിയുന്ന ആളോട് തന്നെ ചോദിക്കണം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. അറിവാളന്മാരോട് ചോദിക്കണം. ചില മഹാന്മാരൊക്കെ കാണിച്ച സൂക്ഷ്മത കേൾക്കണം നിങ്ങൾ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തു, തിരികെ കിട്ടാനുള്ള ഡേറ്റായി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാണിച്ച സൂക്ഷ്മത കാണണോ? ആ കടം തിരിച്ചു വാങ്ങേണ്ട ആരാണോ അയാളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അയാൾ വീട്ടിൻ്റെ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു,
കടം ആയിരിക്കും അല്ലേ വന്ന കാര്യം? അതെ. നിങ്ങളെന്താ ഈ വെയിലത്ത് നിൽക്കണത്? വീട്ടിൻ്റെ ഉള്ളിൽ കയറും. ഇനി കയറുന്നില്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ തണലെങ്കിലും കൊള്ളാലോ, സൈഡിൽ നിന്നൂടെ? വെയിലത്തെന്തിനാ പൊരി വെയിലത്ത് ചൂട് ഏൽക്കണത്? അത് വേണ്ടല്ലോ. എൻ്റെ തിരികെയുള്ള മറുപടി എന്താ പറയുക? ഞാൻ നിങ്ങൾക്ക് 10,000 അല്ലേ തന്നേക്കണത്, ഉദാഹരണം. അതെ, ആ 10,000 എനിക്ക് തിരിച്ചു തരുമല്ലോ. അതെ, അത് മതി. അതിൻ്റെ കൂടെ നിങ്ങളുടെ വീടിൻ്റെ തണൽ പ്ലസ് എക്സ്ട്രാ അനുഭവിക്കുമ്പോൾ പലിശയാവുമെന്ന് പേടിയുണ്ട്, അതുകൊണ്ട് ഞാൻ വെയിൽ അനുഭവിച്ചോളാമെന്ന്. ഈ മഹാന്മാരുടെ മുന്നിലേക്കാണ് നമ്മൾ ഈ ഉഡായിപ്പോയിട്ട് പോകുന്നത്. തീർന്നില്ല. ദലീലുത്തുജാർ എന്ന് പറയുന്ന യൂസുഫ് നബ്ഹാനി തങ്ങളുടെ ഒരു കിതാബുണ്ട്. ബിസിനസ്സുകാർ നിർബന്ധ ബുദ്ധിയ പള്ളിയിൽ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഓതേണ്ട കിതാബാണ്. സ്റ്റോക്ക് കുറവില്ല, നിങ്ങൾക്കായതുകൊണ്ടാണ് ഈ പൈസ കുറച്ച് തരുന്നത്, നിങ്ങൾ നമ്മളെ വളരെ അടുപ്പമുള്ളവരാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉഡായിപ്പ് കച്ചവടത്തിനൊക്കെ നിലംപരിശാക്കുന്നുണ്ട് ആ കിതാബ്. ഇബ്ൻ അൽ ഹാജ് തങ്ങളുടെ മദ്ഖലും ഗസാലിമാമിൻ്റെ ഇഹിയാവും പ്രധാന ഡിപ്പെൻഡായിട്ടാണ് യൂസുഫ് നബ്ഹാനി തങ്ങൾ ആ കിതാബ് രചിക്കുന്നത്. അതിൽ കാണാൻ ചില മഹാന്മാരുടെ സൂക്ഷ്മത. 1000 രൂപ എന്നൊക്കെ നാട്ടിലെ ഉദാഹരണമാണ് കേട്ടോ. കിതാബിൽ ദിർഹമ് ദീനാർ എന്നൊക്കെ ഉണ്ടാവുക. 1000 രൂപ കടം കൊടുത്താൽ തിരികെ വാങ്ങുമ്പോൾ അവർ 900 മതി എന്ന് പറയും. അപ്പം രൂപ കടം കൊടുത്താൽ തിരികെ വാങ്ങുമ്പോൾ അവർ 900 മതി എന്ന് പറയും. അപ്പം കടം വാങ്ങിയ ആൾ പറയും ആന്തെ 900. അല്ല, ഞാൻ അന്ന് നിങ്ങൾക്ക് ചില്ലറയായിട്ടുള്ള പറയും ആന്തെ 900. അല്ല, ഞാൻ അന്ന് നിങ്ങൾക്ക് ചില്ലറയായിട്ടല്ലേ തന്നത്. അങ്ങനെ എണ്ണുന്ന സമയത്ത് 900 എന്നുള്ളത് 1000 ആയിപ്പോയതാണെങ്കിലോ, അന്ന് തന്നത് 900 ആയിട്ട് ഇന്ന് 1000 വാങ്ങിയാൽ എക്സ്ട്രാ പലിശയാവില്ല, പേടിയാവണത്. അതുകൊണ്ട് 1000 വേണ്ട, 900 മതി. ഈ മഹാന്മാരല്ലേ നമ്മുടെ മുന്നിലുള്ള മഹാന്മാർ. പലിശയുമായി ബന്ധം ഉള്ള ആൾക്ക് മരണസമയത്ത് ഈമാൻ അങ്ങ് പോകാൻ സാധ്യത കൂടുതലാണ്. എന്തിനാ അങ്ങനത്തെ ക്യാഷൊക്കെ? പിന്നെ നമ്മളെ മക്കളെങ്ങനെ നന്നാവുക? സാമ്പത്തിക ശുദ്ധിയില്ലാത്തവരുടെ മക്കൾ സ്വാലിഹീങ്ങളാവോ? ആവോ? എവിടെ ആവാനാ? ഹലാലായ ഭക്ഷണം കഴിക്കാതെ, ഭക്ഷണം കൊടുക്കാതെ കുട്ടികൾ നന്നാവോ? ഒരാളെടുത്ത് നമ്മൾ ഒരു 10 രൂപ എക്സ്ട്രാ വാങ്ങിയെന്ന് കരുതൂ, പറ്റിച്ചിട്ട്. ആ 10 രൂപനെ കൊണ്ട് അരി വാങ്ങി, ആ അരി കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഫുഡാക്കി കൊടുത്ത ഈ കുട്ടികളെങ്ങനെയാണ് സ്വാലിഹീങ്ങളാവുക? ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഭാര്യക്ക് കല്യാണ സമയത്ത് കൊടുക്കണം മഹറും പിന്നീട് ചെലവിന് കൊടുക്കണ പണവും പ്യുർ ഹലാലാണെങ്കിൽ ആ ദമ്പതികൾക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളാണ്. പഠിച്ചു വെക്കേണ്ട കണ്ടന്റ് അത്, പഠിച്ചു വെക്കേണ്ട കണ്ടന്റ്. ആ മഹറൊക്കെ വാങ്ങുന്ന പണം ഉണ്ടല്ലോ, ചെറുപ്പക്കാരെ സ്നേഹം കൊണ്ട് പറയാ, 5 പൈസ അതില് ഒരു ശുബ്ഹത്ത്, ഹറാമ് പോയിട്ട് ശുബ്ഹത്ത് വരെ ഉണ്ടാകാൻ പാടില്ല. ഒരു സംശയമുള്ള പണം വരെ ആ മഹർ വാങ്ങുന്നതിലുണ്ടാവുക. അതാണ് നമ്മുടെ ഖിയാമത്ത് നാൾ വരെയുള്ള ജീവിതത്തിൻ്റെ എല്ലാം കിടക്കണ ആ മഹറിൻ്റെ പണത്തിലാണ്. അതുകൊണ്ട് അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം ഇറങ്ങണത്. എന്തേ? അപ്പുറത്തെ വീട്ടിലെ ഈന്തപ്പന മരത്തിൽ നിന്ന് കാറ്റടിച്ചാൽ ഈത്തപ്പഴം എൻ്റെ വീട്ടിൽ വന്ന് വീഴും, എൻ്റെ വീട്ടിലെ പറമ്പിലങ്ങ് വീഴും, വിശന്നിട്ടുറങ്ങി എൻ്റെ മക്കൾ അത് തിന്നുപോയാലോ എന്ന് പേടിച്ചിട്ട്. ഇങ്ങനെയാ മക്കളെ വളർത്തേണ്ടത്. എന്നാൽ ആ മക്കൾ സ്വാലിഹീങ്ങളാവുക. കണ്ടെടുത്തൊന്നും കേട്ടെടുത്തൊന്നും തിന്നാനൊന്നും മക്കളെ അനുവദിക്കരുത്. ഹലാല് കഴിക്കണം, പലിശ ഉണ്ടാവരുത്. ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള രണ്ടാമത്തെ തെറ്റാണ് നേരത്തെ സൂചിപ്പിച്ചത്, ഔലിയാക്കളോട് വെറുപ്പുണ്ടാവുക. അതാണ് ബിദഅത്തുകാരുടെ ഒന്നാമത്തെ രോഗം. അവരുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? എന്ത് മുഹീദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖൊക്കെ നമ്മളും അള്ളാഹുവിൻ്റെ അടിമകളാണ്, അവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്, വി ആർ ഈക്വൽ എന്നുള്ള നിലപാട് അവർക്ക്. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ KNM മുജാഹിദുകാരുടെ ജുമുഅ ഖുത്ബ എന്ന പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തും ദീനിൽ തെളിവല്ല എന്ന് എഴുതി വെച്ചവരാണവർ. സ്വഹാബത്ത് ദീനിൽ തെളിവല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ ദീനുണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു സുന്നിയായ മനുഷ്യനും
അസുന്നിയായ മനുഷ്യനും തമ്മിൽ കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടി എന്ന് കരുതുക. 68-70 വയസ്സിൽ എന്തൊക്കെ ഉണ്ടട ഫൈസലെ വിശേഷങ്ങൾ? നല്ല തന്നെ അൽഹംദുലില്ലാ. നിൻ്റെ വിശേഷം എന്താ അഹമ്മദേ? അങ്ങനെ പോകുന്നു. അപ്പോൾ സുന്നിയായ മനുഷ്യൻ അഹമ്മദ് എന്ന മോന് പറയാ, ആ പ്രായമുള്ള ആൾ പറയാ, കുറേ സ്വലാത്തു ദിക്റൊക്കെ കൊണ്ട് അങ്ങനെ പോകുന്നു, എന്നാലും പേടിയാണ്. നീ എങ്ങനെ കുറേ സ്വലാത്തു ദിക്റൊക്കെ എന്ന് പറയണത്? ഞാനെവിടെ പോയാലും അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ, സ്വലാത്തല്ലേ? ആ ശരിയല്ലേ. പിന്നെ സ്വലാത്തുണ്ടോ? പറയാൻ്റെ യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. കണ്ടോ? ഇനി അയാൾ ഏത് സുന്നിയാണെങ്കിലും സ്വലാത്തുന്നല നൂരിൽ വുജൂദി വ ആലിഹി, മഹ്ലറത്തുൽ ബദരി ഉണ്ടാവും, മജ്ലിസുൻ നൂർ ഉണ്ടാവും, സ്വലാത്തോടെ സ്വലാത്തല്ലേ. ഓ സ്വലാ. പിന്നെ ദിക്റുണ്ട് എന്ന് പറഞ്ഞത് എല്ലാ ദിവസവും യാദൽ ജലാലി വല്ലിക്റാം അമിത്ന അലാ അഊദു ബികലിമാത്തില്ലാഹി തം ബിസ്മില്ലാഹില്ലദി ലാ യദുറു അഫ്ളലദ് ദിക്ർ ഫലം അന്നഹു. ഓ അങ്ങനെ ഉണ്ടല്ലേ, ശരിയാണ്. പിന്നെ കുറച്ച് സുന്നത്ത് നോമ്പുണ്ട്. നീ കുറേ എപ്പോഴല്ല, ബറാത്ത് നോമ്പ് എനിക്കുണ്ട്, മേറാജിൻ്റെ നോമ്പുണ്ട്, നിനക്കുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അത് അനിസ്ലാമികമാണ്. ബറാത്തിൻ്റെ നോമ്പ് എന്താ? ബറാത്തിൻ്റെ നോമ്പ് അനിസ്ലാമികോ? അതെ. അതെന്തേ? ഉച്ചക്ക് അത്താൻ വഹിച്ചിട്ട് പായിരാക്ക് നോമ്പ് കുറിക്കല, ബറാത്തിൻ്റെ നോമ്പ് അനിസ്ലാമികമാണെന്നെല്ലാം പറയും. പിന്നെ നിനക്കെന്താ ഉള്ളത്? പിന്നെ എല്ലായിടത്തും പോയാലും അൽ ഫാത്തിഹ. പിന്നെ കുറേ കുടുംബത്തിൽ നിന്ന് മരിച്ചവരുടെ പേരിലൊക്കെ ഭക്ഷണം കൊടുക്കൽ, അങ്ങനൊക്കെ ഉണ്ട്. ഇതാണ് സുന്നീൻ്റെ അക്കൗണ്ടിലുണ്ടായത്. ഇനി സുന്നി അല്ലാത്ത മറ്റേ മനുഷ്യനോട് നിനക്കെന്താ ഉള്ളത്? ഞാൻ പരമാവധി ആളെ കാഫറാണ് ഷിർക്കാണ് കുഫറാണ്, അതന്നെ എൻ്റെ അടുത്തുള്ളൂ. വേറെന്താ പരടുത്തുണ്ടാവുക? വേറെന്തുണ്ടാ? ഇനി ചങ്ങായിമാർ രണ്ടാളും മരിച്ചെന്ന് വിചാരിച്ചോ, ഈ സുന്നിയായ മനുഷ്യൻ്റെ ഖബറിലേക്ക് മക്കളുടെ യാസീന് ഖത്മ ദിക്ർ തഹ്ലീല് ഖത്മ ഒരുപാട്. ഈ ചങ്ങായിൻ്റെ ഖബർ വരണ്ട് ഉണങ്ങിയിട്ടുണ്ടാവും, ഒരു സാധനം കിട്ടാനില്ല. എന്താ കിട്ടണ്ടേ? പറയ്, എന്താ കിട്ടുക? ഇവിടെ ഈ പള്ളിയിൽ, ഇത് പള്ളിയല്ലേ, ഈ പള്ളിയിൽ ഒരു 400 ആൾ പങ്കെടുക്കുന്ന ഒരു നിക്കാഹ് ഉണ്ട് എന്ന് വിചാരിക്കാം. 400 ആൾ പങ്കെടുക്കുന്ന ഒരു നിക്കാഹ്. ആ നിക്കാഹിൽ തങ്ങന്മാരുണ്ട്, ഉസ്താദ്മാരുണ്ട്, പ്രായമുള്ള നമ്മളെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്. എന്ന് പറഞ്ഞാൽ 10-68 കൊല്ലം അള്ളാഹ്ക്ക് സുജൂദ് ചെയ്ത മനുഷ്യന്മാരാണ്. പ്രായമുള്ളവർക്ക് വലിയ ബഹുമാനമാണല്ലോ. അങ്ങനെ 400 ആൾ. പുതിയാപ്പിള ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു മുജാഹിദുകാരനാണ്. അയാൾ അത്ര വിദഗ്ധുള്ളതൊന്നും ആർക്കും അറിയില്ല. ഗൾഫിലായിരുന്നു കുറേ കാലം. ടവ്വൽ വെറുതെ പേരിന് തലയിലുണ്ട്. അങ്ങനെ ഖത്തീബ് ഉസ്താദ്, തങ്ങൾ ഉസ്താദ് ദ്വാരക്കുണ്ട്. അല്ലാഹ് ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക്കുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ. ഈ ദമ്പതിമാർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാവരും 399 ആളും ആമീൻ പറയുമ്പോൾ ഇവൻ കൈ ഇങ്ങനെ താഴ്ത്തിയിട്ട് നമ്മുടെ ഫ്രീ കിക്കൊക്കെ ഫുട്ബോൾ ടീം അടിക്കുമ്പോൾ ഡിഫൻസിന് നിൽക്കുമല്ലോ കുറച്ച് ആൾ, അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവനൊന്നുമില്ല, അനങ്ങുന്നില്ല. പിന്നെ ഉസ്താദ് വേർക്കുണ്ട് അല്ലാഹു മഖ്റുജ് മിൻഹുമാ ദുരിയത്തൻ ത്വയ്യിബത്തൻ നാഫിഅത്തൻ ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. ഈ ദമ്പതിമാർക്ക് പിന്നീട് ജനിക്കുന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എല്ലാവരും ആമീൻ പറഞ്ഞു. ഇവനിങ്ങനെ അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദാ വബൈന മൻകൂഹതിഹി കമാ അല്ലഫ്ത ബൈന നബീനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. ഈ മോൻ്റെയും അവൻ്റെ ഭാര്യൻ്റെയും ഇടയിൽ നല്ല ഇണക്കം, നല്ല സ്നേഹം അമ്പിയാക്കൾക്ക് അവരുടെ ഭാര്യമാർക്കിടയിൽ കൊടുത്ത പോലെ കൊടുക്കണം. എല്ലാവരും ഇവൻക്ക് ആമീൻ പറയുന്നു. ഇവൻ മിണ്ടണില്ല. പുറത്ത് പോയിട്ട് കാപ്പി അണ്ടിപ്പരിപ്പ് സമൂസ തിന്നുമ്പോൾ ഇവനോട് 2 സുഹൃത്തുക്കൾ ചോദിച്ച്, എല്ലാവരും നീ എന്തടി കളിക്കുന്നു? എന്തേ
399 ആൾ ഉസ്താദ് അടക്കം 400 ആൾ നിനക്ക് ദ്വാരക്കുമ്പോൾ എല്ലാവരും ആമീൻ പറയുമ്പോൾ നീ എന്താ ആമീൻ പറയാൻ? അപ്പോൾ എൻ്റെ മറുപടി, ഞാൻ വേറെ തന്നെ ഒരു പ്രത്യാശാസ്ത്രത്തിൻ്റെ ആളാണ്. ഞാൻ അള്ളാഹുവിനോട് ഡയറക്റ്റ് ചോദിച്ചോളാം, എനിക്കാരുടെയും ആവശ്യമില്ല. ഇവൻ എന്താ വിളിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു, എനിക്കറിയില്ല. തീർന്നിട്ടില്ല. ഇച്ചങ്കായി ഗൾഫിലേക്ക് തിരിച്ചുപോയി, നിക്കാവ് മാത്രം കഴിഞ്ഞ് തിരിച്ചുപോയി. കുറച്ച് മാസം കഴിഞ്ഞ് അവൻ്റെ വാങ്ങാനും മരിച്ചുപോയി എന്ന് വിചാരിക്കാം. അപ്പോൾ അവൻ്റെ ഫാമിലി മൊത്തം നാട്ടിലേക്ക് വന്നു. ഇവനും ഇവൻ്റെ ഉപ്പിയും ഉമ്മയും എല്ലാവരും കൂടി. ആ ആക്സിഡൻ്റായ മുഖം കാണുമ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കാണാൻ കഴിയുന്നില്ല, കരച്ചിൽ വരുന്നു. അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ ഇവൻ്റെ ഒരു അനിയത്തിയുണ്ട്, ചെറിയൊരു മോള്. ഇത് കണ്ടിട്ട് ഒറ്റ കരച്ചിൽ. ഉപ്പാപ്പ മിനിനാന്ന് വരെ ബോട്ടിൽ ഫോം വിളിച്ചിട്ട് പറഞ്ഞതാണ്, മോള് ഫാത്തി വരുമ്പോൾ ഉപ്പാപ്പക്ക് എന്താ കൊണ്ടുവരിക, ഇപ്പം ഇത് ഉപ്പാപ്പ മരിച്ചിട്ട്. അങ്ങനെ കരയല്ല മോള്, കരയല്ല. അല്ലാഹു രക്ഷ. പിന്നെ ആ കുട്ടി, അല്ലാ എൻ്റെ ഉപ്പാപ്പാക്ക് നീ എൻ്റെ ഉപ്പാപ്പാക്ക് നീ സ്വർറ അത് സാരം. അപ്പോൾ ഉപ്പാപ്പാക്ക് സ്വർഗം കൊടുക്കണേന്ന് ഈ 6ാം ക്ലാസ്സിലെ ഫാത്തിക്കുട്ടി ദ്വാരക്കുന്നു. പക്ഷെ സ്വർണ്ണെത്തുമ്പോൾക്ക് ഈ ഏട്ടനും ഉപ്പിയും കൂടി ഓരോ തൊടമ്മലും ഒരു നുള്ള്. മരിച്ചവർക്ക് ദ്വാരക്കാൻ പാടില്ല എന്നറിയില്ലേ? കേട്ടാ, ഇതാണ് മുജാഹിദ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ വിചാരിക്കേണ്ട എന്തോ സൈക്കോളജീൻ്റെ കോഴ്സാണ് അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റാണ് മുജാഹിദ് എന്നൊന്നും വിചാരിക്കേണ്ട. മരിച്ചോർക്ക് ദ്വാരക്കൂല, സമൂഹത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവില്ല. തീർന്നിട്ടില്ല. എപ്പോഴും റസൂലുള്ളാഹിൻ്റെ എതിരേ ഇവരുണ്ടാവുള്ളൂ. മുത്തുനബി സാധാരണക്കാരൻ, നബി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല, തങ്ങളുടെ കുടുംബത്തിൽ തങ്ങന്മാർക്ക് ഒരു ബഹുമാനവും. അവിടുത്തെ മൗലിദ് കഴിക്കാൻ പറ്റൂല, നബി തങ്ങളുടെ ഉപ്പിയുമ്മിയും നരകത്തിൽ, നബി തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യൽ ഹറാം, ആ യാത്രയിൽ ജമ്മും കാസറാക്കൽ ഹറാം, നബി തങ്ങളെ സഹായത്തിന് വിളിക്കൽ ഷിർക്ക്, നബി തങ്ങളുടെ മൗലിദ് കഴിക്കൽ കടുത്ത തെറ്റ്, അതിന് ചീരണ വിതരണം ചെയ്യൽ ഹറാം. അവൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കൽ വെരി ഗുഡ്, മോക്കതായ സുന്നത്ത്. എപ്പോഴും റസൂലുള്ളാഹിന്റെ എതിരേ ഉണ്ടാവുള്ളൂ, എപ്പോഴും. നിങ്ങൾ നോക്കിയോ, പഠിച്ചാൽ മതി. ഇതെന്തിനാ ഞാൻ ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറയണത്? ഇല്ലല്ലദീന ആമനു, ഈമാൻ ശരിയാവാത്തവൻ്റെ ഇബാദത്ത് അല്ലാഹ്ക്ക് വേണ്ട. ഒരു പുത്തൻവാദിയുടെ ഫർളും സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹു നമ്മളെയും മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തത്, ഈമാൻ ശരിയായി കിട്ടണം. ഈമാൻ തെറ്റിപ്പോകുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കണം. രണ്ടാമത് വിജയികളുടെ അടയാളം അല്ലാഹു പറയാണ്, നന്മകൾ ജീവിതത്തിൽ ഉണ്ടാവണം. അത് ഭയങ്കര പ്രയോഗ. ഉഡായിപ്പിലൂടെ ഒന്നും സ്വർഗത്തിൽ അങ്ങനെ ചുളിവിലൂടെ പോകാനൊന്നും കഴിയില്ല. അങ്ങനെ കെയ്മടക്ക് കൊടുത്തിട്ട് അപ്പരിപാടിയൊന്നും അവിടെ ഇല്ല. ഒന്നും അവിടെ നടക്കൂല. ഈ സുന്നത്ത് നിസ്കാരമൊക്കെ എത്ര കാലം നമ്മ വയസ്സന്മാർക്ക് വിട്ടുകൊടുക്കല്? എത്ര കാല? ചെറുപ്പക്കാരെ, എനിക്ക് നിങ്ങളെ പറ്റിയിട്ട് പറയാനാ വിഷയം തന്നേക്കണത്. നമ്മൾ എത്ര കാലം വിത്ത് നിസ്കാരവും മുഅക്കദായ സുന്നത്ത് നിസ്കാരമൊക്കെ ഉപ്പാപ്പക്കും മാമക്കും വിട്ടുകൊടുക്കല്? എത്ര കാലം? നമ്മളെ നാട്ടിൽ ഈ തെങ്ങുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ തേങ്ങ തരുത്ത് അതിൻ്റെ യുവത്വ കാലത്താണ്. പശു ഏറ്റവും കൂടുതൽ പാല് തരുത്ത് അതിൻ്റെ യുവത്വ കാലത്താണ്. നാട്ടിലെ പള്ളിയിൽ സുബീക്ക് കൂടുതലുള്ളത് വയസ്സന്മാരാണ്. എത്ര കാലം ഈ സുന്നത്ത് നോമ്പ്, സുന്നത്ത് നിസ്കാരം, ഇതൊക്കെ പ്രായമുള്ളവർക്ക് വിട്ടുകൊടുക്കുക? എത്ര കാലം? ലോകത്തെ പള്ളിക്കാടുകൾ എടുത്ത് പരിശോധിച്ചാൽ കൂടുതൽ പ്രായം എത്തിയിട്ട് മരിച്ചവരുടെ ഖബറായിരിക്കുമോ കൂടുതൽ, അല്ല പ്രായം കൂടുതൽ എത്താതെ മരിച്ചവരുടെ ഖബറായിരിക്കുമോ കൂടുതൽ എന്നൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഒരു 10 പള്ളി മൈതാനിയുടെ ടോട്ടൽ ലിസ്റ്റ് ഒരു സെൻസസ് പ്രകാരം എടുത്ത് നോക്കിയേ. ക്രോസ് ചെക്ക് ചെയ്താൽ കിട്ടുന്ന ലിസ്റ്റിൻ്റെ ഉത്തരം കൂടുതൽ പ്രായമെത്താതെ മരിച്ചവരായിരിക്കുമെന്ന് സൊയ്ദുൽ ഖാത്തിർ എന്ന കിതാബ് ഹാഫിള് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് എഴുതി വെക്കുന്നു. നമ്മളെ നാട്ടിൽ നിന്ന് 80 വയസ്സുള്ള ഒരു പ്രായമുള്ള മനുഷ്യൻ മരിച്ചാൽ ആ ജനാസ കർമ്മത്തിൽ പങ്കെടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും തോന്നും 40, ഇനിയൊരു 40 ഉണ്ട്.
ഇൻഷാ അല്ലാഹ് നമുക്ക് തോന്നും നാട്ടിലെ മരണങ്ങൾ ഞാൻ മരിക്കുമെന്ന ചിന്തക്ക് പകരം ഡെക്കറേഷൻ ബൾബ് പോലുള്ള തിളങ്ങുന്ന ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊന്റെ സ്റ്റിക്കർ ഇടല നമ്മളെ പണി. അതിലപ്പുറത്ത് ആ മരണം നമ്മളിൽ ഒരു ഫലവും ഉണ്ടാക്കണില്ല. വഅമലു സ്വാലിഹാത്ത്, മോനെ നന്മകൾ ജീവിതത്തിൽ ഉണ്ടാവണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഉപദേശമുണ്ട്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം എന്താ അറിയോ? ജദ്ദിദി സഫീന ഫഇന്നൽ ബഹ്റ അമീഖ്, മോനെ കപ്പൽ പുതുക്കണം, കടൽ നല്ല ആഴമുള്ളതാണ്. കടൽ ആഴമുള്ളതാണ് എന്ന് പറയണത് കടലിൽ മീൻ പിടിക്കാനാണ് പോയതെങ്കിൽ കടൽ ആഴമുള്ളതാണ് എന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ആഴമുള്ള കടലിൽ നല്ലോണം മീനുണ്ടാവട്ടെ, നല്ല തന്നെ. ഇതല്ല പറയണത്. പിന്നെന്തിനാ? മറുകര എത്താനുള്ളതാണ് നിന്റെ കപ്പൽ. അതുകൊണ്ട് പഴയ ചടാല് കപ്പലുമായിട്ട് പോകേക്കരുത്. റീന്യൂ ചെയ്യണം, കപ്പൽ പുതുക്കണം, നല്ല ഫ്രഷ് കപ്പലായിരിക്കണം. ആഴമുള്ള കടലിലൂടെ ആ സഞ്ചാരം, മറുകര എത്താനുള്ളതാ. കപ്പൽ പുതുക്കണം, കപ്പൽ നല്ല കപ്പലാവണം, കടലിൽ മുങ്ങിപ്പോകും. എന്താ ഈ സാഹിത്യ പ്രയോഗത്തിൻ്റെ താല്പര്യം എന്നറിയോ? ഖിയാമത്ത് നാളെന്ന് പറഞ്ഞാൽ വലിയ പേടിയുള്ള സന്ദർഭങ്ങളാണ്. കാലങ്ങൾ കുറേ കിടക്കണം ഖബറിൽ. ആയിരക്കണക്കിന് കിലോമീറ്റർ ഉണ്ട് സിറാത്ത് പാലം. മിഖ്ദാറു 50 അൽഫസന, മഹ്ശറിൽ ഒരു ദിവസം തന്നെ 50,000 കൊല്ലമൊക്കെ ഉണ്ട്. അവിടെ ഉഡായിപ്പിലൂടെ രക്ഷപ്പെടാൻ പറ്റൂല. ലഗേജിൽ എന്തെങ്കിലും കയ്യിൽ വേണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം.